കാട്ടിലെ കണ്ണൻ. പരസ്പര വിശ്വാസമാണ് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ശക്തി, അല്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളിൽ വിശ്വാസമില്ലാതാകുന്നതോടെ ബന്ധങ്ങൾ ഇല്ലാതായേക്കും. സ്വാർത്ഥ ലക്ഷ്യമുള്ളവർ ഇടയിൽ വരുന്നതോടെ സ്നേഹബന്ധങ്ങൾ ഉലഞ്ഞു പോയേക്കാം. ഞാൻ എന്റെ ചെങ്ങാതി അണ്ണാൻ കുഞ്ഞിനോട് പറഞ്ഞ കഥ അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. കണ്ടോളൂ. കാട്ടിൽ രണ്ടു പൂമരത്തിൽ പാർത്തിരുന്നു കൂട്ടുകാരാം ചെങ്കിളിയും പൊൻകിളിയും കുഞ്ഞുനാൾ മുതൽ. കാട്ടിൽ രണ്ടു പൂമരത്തിൽ പാർത്തിരുന്നു കൂട്ടുകാരാം ചെങ്കിളിയും പൊൻകിളിയും കുഞ്ഞുനാൾ മുതൽ. ചെങ്കിളിയും പൊൻകിളിയും കുഞ്ഞുനാൾ മുതൽ. വേനൽക്കാലം വന്നിടുന്നു, കരുതിടേണ്ട ഭക്ഷണം. പൂമരത്തിൻ പോതിനുള്ളിൽ പഴങ്ങളവർ ശേഖരിച്ചു. പൂമരത്തിൻ പോതിനുള്ളിൽ പഴങ്ങളവർ ശേഖരിച്ചു. ആ മരത്തിൽ പതുങ്ങിയെത്തും കള്ളനവൻ പൂവാലൻ. അണ്ണാറ കണ്ണനോ തക്കം നോക്കി നീങ്ങിടവേ. ആ മരത്തിൽ പതുങ്ങിയെത്തും കള്ളനവൻ പൂവാലൻ. അണ്ണാറ കണ്ണനോ തക്കം നോക്കി നീങ്ങിടവേ. ആഹാരം തേടി ചെങ്കിളിയും പൊൻകിളിയും പോയ നേരം നോക്കി അണ്ണാറക്കണ്ണൻ ആ പഴങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. അയ്യോ, കഷ്ടം. വിശപ്പു തീർന്ന നേരം ബാക്കി വന്ന പഴങ്ങളവൻ പൊൻകിളി തൻ പോതിനുള്ളിൽ തിരികെ വച്ചു പോയി. അറിഞ്ഞോ, നിന്റെ പഴങ്ങൾ ആ പൊൻകിളി ഇടയ്ക്ക് വന്ന് ഭക്ഷിച്ചിട്ട് പോയല്ലോ. ബാക്കി അവളുടെ കൂട്ടിൽ തന്നെ വെച്ചിട്ടുമുണ്ട്, നോക്കണേ. അവിശ്വാസത്തോടെയാണെങ്കിലും ചെങ്കിളി തന്റെ കൂട്ടിൽ വന്ന് നോക്കി. പഴങ്ങളൊന്നും കാണാനില്ല. അവൾ പിന്നീട് പൊൻകിളിയുടെ കൂട്ടിൽ കയറി നോക്കി. അപ്പോഴല്ലേ കാണുന്നത് താൻ ശേഖരിച്ചു വച്ചത് കുറെ അവിടെ ഇരിക്കുന്നു. ചെങ്കിളിക്ക് പൊൻകിളിയോട് ദേഷ്യമായി. അണ്ണാറക്കണ്ണൻ പറഞ്ഞത് സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു. ചെങ്കിളി പൊൻകിളി വന്നപ്പോൾ പറഞ്ഞു, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, മോഷ്ടിച്ചെടുത്ത് കഴിക്കണോ? അയ്യോ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ ഭക്ഷണം എടുത്തെന്നോ? വേണ്ട, നീ അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് നിന്റെ ശരിയായ സ്വഭാവം ഇപ്പോഴാ മനസ്സിലായത്. ഇനി നമ്മൾ തമ്മില് ഒരു ബന്ധവും ഇല്ല. ചെങ്കിലേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്റെ പഴങ്ങൾ എടുത്തിട്ടില്ല, സത്യം. പക്ഷേ പൊൻകിളിയുടെ വാക്കുകൾ ചെങ്കിളി ചെവിക്കൊണ്ടില്ല. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെ തെറ്റിദ്ധരിച്ചതിൽ വേദനിച്ച് പൊൻകിളി ആ പൂമരത്തിലെ കൂട് ഉപേക്ഷിച്ചു പോയി. തെറ്റിദ്ധരിച്ച് പിരിഞ്ഞു പോയി കൂട്ടുകാർ. കുറ്റക്കാരനപ്പോൾ ആഹ്ലാദിച്ചിടുന്നു. പല നാൾ കള്ളനവൻ ഒരു നാൾ പിടിയിലാകും. അങ്ങനെയൊരു ദിനം വന്നണഞ്ഞല്ലോ. അങ്ങനെയൊരു ദിനം വന്നണഞ്ഞല്ലോ. പൊൻകിളി പോയതോടെ ചെങ്കിളി ഒറ്റയ്ക്കായി. ഒരു ദിവസം അവൾ ആഹാരം തേടി പോയെങ്കിലും മനസ്സുഖം തോന്നാത്തതിനാൽ ഉച്ചയോടെ തിരിച്ചു കൂട്ടിലേക്ക് തന്നെ വന്നു. തന്റെ കൂടിനടുത്ത് എത്തിയപ്പോ ആരോ അതിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് ചെങ്കിളിക്ക് മനസ്സിലായി. അവൾ ഇലകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നു നോക്കി. അപ്പോഴത് കണ്ടു അണ്ണാറക്കണ്ണന പോതിൽ നിന്നു പുറത്തു ചാടിയിടുന്നു. അപ്പോഴത് കണ്ടു അണ്ണാറക്കണ്ണന പോതിൽ നിന്നു പുറത്തു ചാടിയിടുന്നു. പിന്നെ അതിവേഗം ചില്ലകളിലൂടെ ചിലുചിലയെന്നു കൊതിച്ചു നീങ്ങി. പിന്നെ അതിവേഗം ചില്ലകളിലൂടെ ചിലുചിലയെന്നു കൊതിച്ചു നീങ്ങി. അണ്ണാറക്കണ്ണൻ ആഹാര
ആഹാരക്കള്ളൻ ആനന്ദമോടങ്ങു പോയിടുന്നു. അണ്ണാരക്കണ്ണൻ ആഹാരക്കള്ളൻ ആനന്ദമോടങ്ങു പോയിടുന്നു. ചെങ്കിളിക്ക് വലിയ വിഷമമായി. സത്യമറിയാതെ തന്റെ കൂട്ടുകാരിയെ തെറ്റിദ്ധരിച്ചതിൽ വേദനിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. പിന്നെ ക്ഷമ ചോദിക്കാനായി കാട്ടിലെല്ലായിടത്തും തന്റെ കൂട്ടുകാരിയെ തിരഞ്ഞു. പക്ഷേ പൊൻകിളിയെ അവൾക്ക് എങ്ങും കണ്ടെത്താനായില്ല. ആ പാട്ട് കേട്ടോ? ചെങ്കിളി പാടുന്നതാ.